പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 അനാരോഗ്യത്താൽ ഈ ദൂരയാത്രകളെല്ലാം മാറ്റിവെച്ചും കൊണ്ടുള്ള ജോലി ചെയ്യേണ്ടതായുള്ള സാഹചര്യങ്ങൾ അഥവാ ഇരുന്നും കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വരും. ഒരു പക്ഷേ സ്വല്പം ശമ്പളം കുറഞ്ഞു എന്നൊക്കെ വരാം. എന്നിരുന്നാൽ പോലും ആഴ്ചയിൽ 1-2 ദിവസം ഉദ്യോഗസ്ഥലത്ത് പോവുകയും പിന്നീട് ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ ഗൃഹത്തിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. നാഡി നീർദോഷ രോഗപീഠകളെ കൊണ്ട് അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടുവാനും വിദഗ്ധമായുള്ള ചികിത്സകളെ കൊണ്ട് രോഗവിമുക്തി വന്നാൽ പോലും പ്രകൃതി ഭക്ഷണ രീതികളും വ്യായാമത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് യോഗ പരിശീലനമൊക്കെ തന്നെ സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുവാനും യോഗമുണ്ട്. ഇയർ ബാലൻസിങ്ങിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് സ്വസ്ഥതയും സമാധാനവും സ്വല്പം കുറയുമെങ്കിൽ പോലും വ്യായാമം സ്ഥിരമായിട്ട് ജീവിതചര്യയിൽ ഉൾപ്പെടുത്തുന്നതിനാൽ ഏറെക്കുറെ രോഗശമനം വന്നു ചേരുവാൻ ഇടയുണ്ട്. കലാ, സാംസ്കാരികം, കായികം, ഭാരതീയ സംസ്കാരം എന്നീ മേഖലകളിലുള്ള മറ്റുള്ളവരുടെ പുച്ഛമുള്ള അവസ്ഥകളുണ്ടെങ്കിൽ പോലും അതിനൊരു ന്യായീകരണം നൽകിയത് കൊണ്ടൊന്നും സ്വീകാര്യത വന്നു ചേരുകയില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സമാശ്വസിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട്. സ്വന്തം പ്രയത്നവും അന്യരുടെ പണവും സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായുള്ള വിജയം കൈവരിക്കുവാനിടയുണ്ട്. സത്യാവസ്ഥകൾ ബോധിപ്പിക്കുന്നത് വഴി മിഥ്യാധാരണകളെല്ലാം ഒഴിവാക്കുവാനും ഭാവിയിലേക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾക്ക് തുടക്കം കുറിക്കുവാനും ആവിഷ്കരിക്കുവാനും അവസരമുണ്ടാകും. എന്നാൽ ജൂൺ മാസം മുതൽ ഒരു വർഷത്തേക്ക് എല്ലാ കാര്യങ്ങൾക്കും കൂടുതൽ പ്രയത്നം വേണ്ടിവരും. സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയും. അഹോരാത്രം പ്രവർത്തനം വേണ്ടിവരും എന്ന ധാരണയോടുകൂടി തന്നെ എല്ലാ കാര്യങ്ങളെയും മനസ്സിലാക്കി പ്രവർത്തിക്കാനും ഏറ്റെടുക്കുവാനും സാധ്യതയുണ്ട്. ഇതാണ് 2026 പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ അനുഭവയോഗ്യമായുള്ള ഫലങ്ങൾ.